ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബ്രിക്ക് മേസൺറി ആണ്. ബ്രിക്ക് മേസൺറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വാൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന ബ്രിക്കിനെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പല ടൈപ്പ് ബോണ്ടുകളുണ്ട്, പല രീതിയിൽ നമുക്ക് ബ്രിക്ക് ലേ ചെയ്യാം. അപ്പൊ പല ടൈപ്പ് ബോണ്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ചില കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ പല ഗ്യാപ്പുകൾ വരും. ഇപ്പൊ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്കുകൾ പല രീതിയിൽ കട്ട് ചെയ്യാറുണ്ട്. പല ഷേപ്പുകൾ കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള 3-4 ഐറ്റത്തിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ബ്രിക്ക്. ബ്രിക്കിന്റെ നമ്മൾ സൈസ് പറയുമ്പോൾ 20x10x10 എന്നാ പറയാ. ഇതാണ് നമ്മുടെ 20യുടെ സൈഡ്. ഇനി ഇത് 10ന്റെ സൈഡ് 10. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൈറ്റ് ആണ് 10 എന്ന് പറയുമ്പോൾ 20x10x10 ആണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രിക്കിനെ പറ്റി സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു ഫേസിനൊക്കെ നമ്മൾ സ്ട്രക്ചർ എന്നാ പറയാ, സ്ട്രക്ചർ ഫേസ് എന്നാ പറയാ. ഇനി നമ്മുടെ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസിന് നമ്മൾ ഹെഡർ ഫേസ് എന്നാ പറയാ. ഓക്കെ, അതുപോലെ ബ്രിക്കിനെ പല ഷേപ്പിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിലൊന്നാണ് ഹാഫ് ബാറ്റ്, ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസേഴ്സ്, മിറ്റേഡ് ക്ലോസേഴ്സ്, ബെവൽഡ് ക്ലോസേഴ്സ്, പിന്നെ ബുൾനോസ് ബ്രിക്ക്. അപ്പൊ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കുക. പിന്നെ ബ്രിക്കുകൾ കട്ട് ചെയ്യുന്നതിന് ക്ലോസേഴ്സ് എന്നും ബാറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ നമ്മൾ ഹാഫ് ബാറ്റ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ബാറ്റ് ഈസ് ഈക്വൽ ടു ദ ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ ബ്രിക്ക്. നമ്മൾ ഒറിജിനൽ ബ്രിക്കിനെ രണ്ടാക്കി മുറിക്കുകയാണ്, ഈക്വലി രണ്ടാക്കി മുറിക്കുകയാണെങ്കിൽ തന്നെ ഹാഫ് ബ്രിക്ക് എന്നാ പറയുക. അപ്പോൾ ഹാഫ് ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്രിക്കിന്റെ ഈ ഒരു ലെങ്തിന്റെ ഹാഫ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പോർഷൻ കിട്ടും, ഈ ഒരു പോർഷൻ കിട്ടും. നമ്മൾ ഈ പോർഷൻ എന്ത് പറയണത് ഹാഫ് ബാറ്റ് എന്ന് പറയണത്. ഇനി അടുത്തെന്ന് പറയുന്നത് 3/4 ബാറ്റ് ആണ്. 3/4 ബാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബ്രിക്കിനെ മുക്കാൽ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് 3/4 പോർഷൻ നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയാം, ചിപ്പ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു ബ്രിക്ക് പോർഷൻ ആണെന്ന് പറയുന്നത് 3/4 ബാറ്റ് എന്ന് പറയുന്നത്. കണ്ട, നമ്മൾ ഒരു ബ്രിക്കിന്റെ മുക്കാൽ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്, ബാക്കി പോർഷൻ ചിപ്പ് ചെയ്ത് കളയുകയാണ്. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയുന്നത് 3/4 ബാറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കിങ് ക്ലോസർ ആണ്. കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിങ് ക്ലോസർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിഡ്ത്തിന്റെ ഹാഫിൽ നിന്ന് ഈ ഒരു സൈഡിന്റെ ഹാഫ്, അങ്ങനെ ഒരു പോർഷൻ നമ്മൾ ഒരു ട്രയാങ്കിൾ പോർഷൻ എടുക്കുക. ഈ ട്രയാങ്കിൾ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചിപ്പ് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനത്തെ ഒരു പോർഷൻ കിട്ടില്ലേ. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയണത് കിങ് ക്ലോസർ എന്ന് പറയണത്. ഈ കിങ് ക്ലോസറിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമായിരിക്കും നമ്മൾ എന്താണ് വിട്ട് ഹാഫ് ആയിട്ട് ഉണ്ടാവുക. ഈ ഒരു സൈഡിൽ എന്തുണ്ടാവുക, വിട്ട് പഴയ പോലെ തന്നെ ഉണ്ടായിരിക്കും. കിങ് ക്ലോസർ എന്താന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഫ് എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് വൺ ബിക്കം ഹാഫ് ഓഫ് ദ ഫുൾ ബ്രിക്ക്. ഒരു സൈഡിലെ വിഡ്ത്ത് ഹാഫായി, വെൽ ദ വിഡ്ത്ത് ഓഫ് ദ അതർ എൻഡ് ഈസ് ഈക്വൽ ടു ദ ഫുൾ വിഡ്ത്ത്. മറ്റടുത്ത വിഡ്ത്ത് സെയിം തന്നെ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞതായിരുന്നു. അതുപോലെ എങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ എ ട്രയാങ്കിൾ പോർഷൻ ഓഫ് ദ ബ്രിക്ക് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് വൺ എൻഡ്, വിഡ്ത്ത് സൈഡിലെ ഹാഫിൽ നിന്ന് ആൻഡ് ദ സെന്റർ ഓഫ് ദ അതർ എൻഡ്, നമ്മൾ സ്ട്രെച്ചർ സൈഡിലെ ഒരു ഹാഫിലേക്ക് ഒരു ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോഴാണ് എന്തുണ്ടാവുക, നമുക്ക് കിങ് ക്ലോസർ ഉണ്ടാവുക. അടുത്തത് ക്യൂൻ ക്ലോസർ ആണ്. ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത് ക്യൂൻ ക്ലോസർ ആണ്. വെൻ ദ ബ്രിക്ക് ഈസ് കട്ട് അലോങ് ഇറ്റ്സ് ലെങ്ത് മേക്കിംഗ് ഇറ്റ് 2 half ഈക്വൽ ഹാഫ്സ്, അതിനാണ് എന്ത് പറയുന്നത് ക്യൂൻ ക്ലോസർ. ഇതിനെ ക്യൂൻ ക്ലോസർ ഹാഫ് എന്നും പറയാറുണ്ട്. കാരണം ബ്രിക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈക്വൽ 2 halves ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ക്യൂൻ ക്ലോസർ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഹാഫ്, ഇപ്പൊ നമ്മൾ ഈ ബ്രിക്കിന് ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ എന്താ പറയാ, ക്യൂൻ ക്ലോസർ എന്നാ പറയാ. അടുത്തെന്ന് പറയുന്നത് ബിവൽഡ് ക്ലോസർ ആണ്. ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിങ് ക്ലോസറിന്റെ മോഡിഫിക്കേഷൻ പറയാം, ഒരു ഫോം ഓഫ് കിങ് ക്ലോസർ എന്ന് പറയാം. അതെങ്ങനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഡ്ത്തിന്റെ ഹാഫിൽ നിന്ന് ഈ ഒരു എഡ്ജിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇതങ്ങ് ചിപ്പ് ചെയ്ത് കളയുക. അപ്പൊ കിട്ടുന്ന ഈ ഒരു പോർഷനാണ് എന്ത് പറയാ, നമ്മുടെ ബിവൽഡ് ക്ലോസർ എന്ന് പറയാ. അപ്പൊ ഈ ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് കിങ് ക്ലോസർ ഇൻ വിച്ച് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് ചാംഫേർഡ് such a way that the half width is maintained at one end and the full width is maintained at the other end. ഇതാണ് എന്ത് ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിറ്റേഡ് ക്ലോസർ ആണ്. മിറ്റേഡ് ക്ലോസർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 45 ഒരു 60 ഡിഗ്രിയോ 45 to 60 ഡിഗ്രി ഒരു ആംഗിളിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ചിപ്പ് ചെയ്ത് കളയുക, ഈ പോർഷൻ ചിപ്പ് ചെയ്ത് കളയുക. അപ്പൊ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്ചേർഡ് ക്ലോസ് എന്ന് പറയുന്നത്. 45 to 60 ഡിഗ്രി ഇൻക്ലിനേഷൻ, 45 ആവാൻ 60ക്ക് താഴെ ഒരു ആംഗിൾ നമ്മൾ ഈ ലൈൻ വരച്ചിട്ട് ഇത്ര പോർഷൻ കട്ട് ചെയ്ത് കളയുക. അപ്പൊ കിട്ടുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്ചേർഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോണത് ബുൾനോസ് ആണ്. ബുൾനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രിക്കിനൊക്കെ എന്ത് ചെയ്യുക, റൗണ്ട് ഓഫ് ചെയ്യുക. നമ്മൾ യൂഷ്വലി ബ്രിക്കുകളുടെ എഡ്ജസ് ഷാർപ്പ് ആയിരിക്കില്ല, ആ ഷാർപ്പ് എഡ്ജസ് എന്ത് ചെയ്യുക, റൗണ്ട് ഓഫ് ചെയ്യുക. ഇത് യൂഷ്വലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സിന്റെ ഒക്കെ കാർവ്ഡ് എഡ്ജസ് വേണ്ടിയിട്ടും സിൽസിലും ഒക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്, സിംഗിൾ ബുൾനോസും ഉണ്ട്, കൗനോസും ഉണ്ട്. സിംഗിൾ ബുൾനോസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ എഡ്ജിൽ മാത്രം റൗണ്ട് ഓഫിങ് പറഞ്ഞാണെങ്കിലാണ്. ഇപ്പൊ കൗനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എഡ്ജും എന്ത് ചെയ്തിട്ടുണ്ടാവും, റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു വാള കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ എവിടെയാണ് നമ്മൾ ഈ ബുൾനോസ് യൂസ് ചെയ്യണം നമുക്ക് രണ്ട് വോൾസ് വരുന്നുണ്ട്. ഇപ്പൊ രണ്ട് വോൾസിന്റെ ഈ ഒരു ഷാർപ്പ് എഡ്ജ് ഒഴിവാക്കി ഒരു കർവ്ഡ് പോർഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ബുൾനോസസ് യൂസ് ചെയ്യുക. ഇത് നമ്മൾ കൗനോസ് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. വോള് ഒരു എഡ്ജ് വന്നപ്പോഴത്തേക്ക് ഒരു കർവ്ഡ് പോർഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു, കൗനോസ് ക്ലോസസ് ഉപയോഗിച്ചു. നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോൺസ് ആണ്. ടൈപ്സ് ഓഫ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വോള് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പല രീതിക്ക് നമുക്ക് ബ്രിക്ക് ലേ ചെയ്യാം. അതിനെയാണ് ബോൺസ് എന്ന് പറയുന്നത്. പല രീതിക്ക് ഒരു 4-5 ടൈപ്പ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതിന്റെ ഓരോ ലേയേഴ്സിന് നമ്മൾ കോഴ്സസ് അല്ലെങ്കിൽ ഓരോ ലേയേഴ്സ് എന്ന് പറയാറ്, ഓരോ വരി ലേയേഴ്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്ട്രെച്ചർ ബോണ്ടാണ്. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റണ്ണിംഗ് ബോൺസ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഒരു വാളിനെ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വാളിനെ ഫ്രണ്ടിൽ നിന്ന് ഫേസ് നോക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിക്കിന്റെ സ്ട്രെച്ചേഴ്സ് മാത്രമായിരിക്കും. ഇപ്പൊ സ്ട്രെച്ചേഴ്സ് കാണുന്ന രീതിക്കാണ് എന്ത് ചെയ്യുക, ബ്രിക്ക് ലേ ചെയ്തിട്ടുണ്ടാവുക. നോക്ക്, ഇതൊരു സ്ട്രെച്ചർ അങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇനിയിപ്പോ സെക്കൻഡ് ലെയർ ലേ ചെയ്യുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ജോയിന്റ്സ് വരാൻ പാടില്ല. ഇപ്പൊ ഇവിടെയാണ് അടുത്ത ബ്രിക്ക് വരുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരു വെർട്ടിക്കൽ ജോയിന്റ് ഉണ്ടാവും. അത് നമ്മുടെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യും. അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് അടുത്ത സ്ട്രെച്ചർ ഇങ്ങനെ ഇതിന്റെ നടുക്കായിട്ട് ഫിക്സ് ചെയ്യും. ഇത് യൂഷ്വലി പാർട്ടീഷൻ വാൾസിനാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബൗണ്ടറി വാൾസിന് അല്ലെങ്കിൽ ഔട്ടർ ക്യാവിറ്റി വാൾസിനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഈ ഒരു സ്ട്രെച്ചർ വാൾസ് ഉപയോഗിക്കുന്നുണ്ടാവുക. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തിക്നെസ് എന്തായിരിക്കും, ഹാഫ് തിക് വാൾസ് ആയിരിക്കും. ഇതിന്റെ സ്ട്രെച്ചർ ആണ് ഫേസ് ചെയ്ത് വരിക. അപ്പം തിക്നെസ് 10 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ഈ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെഡർ ബോണ്ടാണ്. ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാളിനെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്ന തരും ഹെഡേഴ്സ് മാത്രമായിരിക്കും. ഹെഡേഴ്സ് ഇങ്ങനെ ലേ ചെയ്തിട്ടുണ്ട്. ഇനി അതും നേരത്തെ പോലെ വെർട്ടിക്കൽ ജോയിന്റ്സ് വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക, ഈ ഹെഡർ താഴത്തിന്റെ നടുക്കായിട്ടായിരിക്കും ഹെഡർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ തിക്നെസ് ഫുൾ തിക്ക് ആയിരിക്കും. കാരണം ഹെഡർ ആണ് ഫേസ് ചെയ്ത് വരിക. അപ്പൊ ബാക്കി ഒരു ഫുൾ ലെങ്ത് അതിനുണ്ടാവും. അപ്പം ഇതിന്റെ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ തിക്ക് ഉണ്ടാവും. വാളിന്റെ തിക്നെസ് ഫുൾ ബ്രിക്ക് തിക്ക് വാൾസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇവങ്ങനെ ഓവർലാപ്പ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ വാൾ കൺസ്ട്രക്ഷന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനങ്ങളാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരു 3/4 പാറ്റേൺ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലെയർ ഫുൾ സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും, ലേ ചെയ്യും. ഇനി അടുത്ത ലെയർ എന്താണ്, ഫുള്ള് ഹെഡർ ആയിരിക്കും. പിന്നെ സ്ട്രക്ചർ, ഹെഡർ. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രക്ചർ എല്ലാം ലേ ചെയ്തിട്ട് അതിന്റെ അടുത്ത ലെയർ ഹെഡർ ലേ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ട്രക്ചറിന്റെ നടുക്കായിട്ടായിരിക്കും അടുത്ത ഹെഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു ബ്രിക്കിന് നടുക്കായിട്ടായിരിക്കും അടുത്ത ഹെഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ അടുത്ത ലെയറിലെ ഹെഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുന്ന വെർട്ടിക്കാലിറ്റി അല്ലെങ്കിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് വരാണ്ടിരിക്കാനാണ്. അപ്പോ ഇത് വരുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂൻ ക്ലോസസ് യൂസ് ചെയ്യാറുണ്ട്. ക്യൂൻ ക്ലോസസ് ഫസ്റ്റ് ഹെഡർ കഴിഞ്ഞ് ക്യൂൻ ക്ലോസർ വെക്കാറുണ്ട്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ്. ഫസ്റ്റ് ലെയർ പോലെ ആയിരിക്കും എന്ത് വരിക, തേർഡ് ലെയർ, ഫിഫ്ത്ത് ലെയർ അങ്ങനെ വരിക. അതുപോലെ സെക്കൻഡ് ലെയർ ഇങ്ങനെയാണ്, ഒരു ക്യൂൻ ക്ലോസർ ഉണ്ട്, ഹെഡേഴ്സ് ഉണ്ട്. അതുപോലെയാണ് എന്ത് നമ്മുടെ ഫോർത്ത് ലെയർ വരിക, സിക്സ്ത് ലെയേഴ്സ് വരിക. ഓക്കെ,
ഇനി ഇതിന്റെ പ്ലാൻ വ്യൂ നോക്കാം. ഫസ്റ്റ് ലെയറിന്റെ പ്ലാൻ വ്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്? സ്ട്രെച്ചർ, സ്ട്രെച്ചർ, സ്ട്രെച്ചർ. അപ്പം ഇതിന്റെ ഒരു ക്യൂൻ ക്ലോസർ വയ്ക്കുന്നു. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സ്ട്രെച്ചർ, 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 സ്ട്രെച്ചർ. അപ്പോഴാണ് ഇതിന്റെ തിക്നെസ് ഫുൾ ബ്രിക്ക് തിക്കാവുക. ഇവിടെയും ഫുൾ ബ്രിക്ക് തിക്കാവുക. ഇവിടെ ഫുൾ ബ്രിക്ക് തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് സ്ട്രെച്ചർ ഇവിടെ ഫേസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഈ സൈഡിൽ എന്താണ് ഹെഡർ. അപ്പോ 10 സെന്റിമീറ്റർ ആയിട്ടുള്ളൂ. അത് ഫുൾ ബ്രിക്ക് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും എന്ത് വെക്കുന്നു? സ്ട്രെച്ചർ, സ്ട്രെച്ചർ വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇനിയിപ്പം സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ ഈവൻ ലെയേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. എന്താണ്? അടുത്ത ലെയർ ഹെഡർ, 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 ഹെഡർ. ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ക്യൂൻ ക്ലോസർ വെച്ചു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഈ ഒരു ഇത് അത് സെയിം രീതിക്കാണ് ഇവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് നമ്മുടെ എന്ത്? ഇപ്പൊ നമ്മൾ ഫുൾ തിക്നെസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെ നമ്മൾ ഇവിടെയും ഫുൾ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്തു. ഇതാണ് നമ്മുടെ എന്ത്? ഈവൻ ലെയേഴ്സ്. ഇത് നമ്മുടെ ഓഡ് ലെയേഴ്സ്. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ബോണ്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ബോണ്ടില് 1.5 ബ്രിക്ക് തിക്നെസ് വോളിലുണ്ടെങ്കിലാണ് അവിടെ നമുക്ക് നമ്മൾ സ്ട്രെച്ചർ ഫസ്റ്റ് ലെയറാ പറയുന്നത്. ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലെയേഴ്സാ പറയുന്നത്. ഹെഡർ, സ്ട്രെച്ചർ, 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 സ്ട്രെച്ചർ. അപ്പൊ നമുക്കിവിടെ എന്തായി? 10 സെന്റിമീറ്റർ ആയി. ഇനി 20 സെന്റിമീറ്റർ വരണം. അപ്പം ബ്രിക്ക് എങ്ങനെ വെക്കേണ്ടി വരും? ഇങ്ങനെ, 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 ഇങ്ങനെ. കണ്ട സ്ട്രെച്ചേഴ്സ് രീതിക്ക് വെക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 30 സെന്റിമീറ്റർ ആയി. ഇനി ഇവിടെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, വെർട്ടിക്കാലിറ്റി ഒഴിവാക്കാനായിട്ടാണ് ഇവിടെ നമ്മളൊരു ക്യൂൻ ക്ലോസർ വെച്ചത്. ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ വെച്ചു. ഇനി ഇത് തന്നെ എന്ത് ചെയ്യുക? അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുക. ഈ വെച്ച സ്ട്രക്ചർ ഇങ്ങനെ അങ്ങോട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുക. അപ്പൊ ഇവിടെ തിക്നെസ് എത്രയായി? 20 സെന്റിമീറ്റർ ആയി. ഇനി അത് 30 ആവണമെങ്കിൽ ഇവിടെ എന്ത് വെക്കണം? നമ്മുടെ ബ്രിക്ക് ഈ ഒരു ലെയർ, ഈ ഒരു രീതിക്ക് ബ്രിക്ക് ലേ ചെയ്യുക. സ്ട്രക്ചർ, സ്ട്രക്ചർ, സ്ട്രക്ചർ രീതിക്ക് ബ്രിക്ക് ലേ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലെയേഴ്സ്. ഒരു 1.5 ബ്രിക്ക് തിക്ക് വോളില്. ഇനി അത് സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ലെയേഴ്സ് പറയുമ്പോഴത്തേക്കും എന്താണ് കാണുന്നത്? ഹെഡേഴ്സ് അല്ലേ? ഹെഡേഴ്സ്, 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 ഹെഡേഴ്സ് വെച്ചിട്ട് ഒരു ക്യൂൻ ക്ലോസർ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഹെഡർ വെക്കുമ്പോഴത്തേക്കും തിക്നെസ് 20 സെന്റിമീറ്റർ ആയി. ഇനി അത് 10 കൂടെ വന്നാൽ എന്താവും? 30 സെന്റിമീറ്റർ ആവും. അതുകൊണ്ട് നമ്മൾ ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്തു. ഈ ഒരു ഐറ്റം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യുക. സ്ട്രെച്ചർ, സ്ട്രെച്ചർ. ഇത് 10 ആയി. സോ ബാക്കി അത് 30 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വെക്കണം? 20 സെന്റിമീറ്റർ വെക്കണം. അപ്പൊ അത് ബ്രിക്ക് നമ്മൾ ഇങ്ങനെ ലേ ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ 2, 4, 6ാമത്തെ ലെയേഴ്സ് പറയുന്നത് 1.5 തിക്ക് ബ്രിക്കില്. ഇനി ഇംഗ്ലീഷ് ബോണ്ട് ഒരു 2 ബ്രിക്ക് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലെയേഴ്സ് എങ്ങനെ ജസ്റ്റ് നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു കോർണറാണ് പറയുന്നത്. ഇപ്പൊ അവിടെ ഫസ്റ്റ് ലെയർ സ്ട്രെച്ചേഴ്സ് അല്ലേ? സ്ട്രെച്ചേഴ്സ്, 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 സ്ട്രെച്ചർ വയ്ക്കുക. ഇത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഈ പാറ്റേൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം 40 സെന്റിമീറ്റർ തിക്നെസ് കിട്ടിക്കോളും. അത് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ ഉപയോഗിച്ചു. ഇനി ഇവിടെ ഇപ്പം 10 സെന്റിമീറ്റർ ആയി. ഇനി 30 വേണം. ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്തു. അപ്പം 30 ആയി. ഇനി അടുത്ത് 10 കൂടെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ബ്രിക്ക് നമ്മൾ ഇങ്ങനെ ലേ ചെയ്തു. ഇതാണ് എന്ത്? നമ്മുടെ 1, 3, 5ാമത്തെ ലെയേഴ്സ് 2 ബ്രിക്ക് തിക്ക്. ഇനി അടുത്ത് അതിന്റെ 2, 4, 6 ലെയേഴ്സ് എങ്ങനെ വരും നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഹെഡേഴ്സ് കാണാൻ പറ്റുമല്ലോ. ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്തു. അതുപോലെ ഇവിടെയും ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്തു. ഇപ്പൊ 40 സെന്റിമീറ്റർ തിക്നെസ് ആയി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ക്യൂൻ ക്ലോസർ വെച്ചു. അത് കണ്ടിന്യൂറ്റി, വെർട്ടിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബ്രിക്ക് ഇങ്ങനെ വെച്ചു. ഇതിന്റെ തന്നെ നമ്മൾ മുന്നേ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിക്ക് ആണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് 40 സെന്റിമീറ്റർ തിക്നെസ് ആയിക്കോളും. ഫ്ലെമിഷ് ബോണ്ട് ആണ്. ഇപ്പൊ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലെയറിൽ തന്നെ ഇതാണ് ഹെഡറും സ്ട്രെച്ചറും ഓൾട്ടർനേറ്റ് ആയിട്ട് ലേ ചെയ്യുന്നതാണ്. ഒറ്റ വേരിയിൽ തന്നെ ഹെഡറും സ്ട്രെച്ചറും ഓൾട്ടർനേറ്റ് ആയിട്ട് ലേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഈ ലെയർ പറയുകയാണെങ്കിൽ ആദ്യം സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, ഹെഡർ. ഈ ഒരു ലെയർ തന്നെ ആയിരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ലെയേഴ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ജോയിന്റ്സ് വരാണ്ടിരിക്കാനായിട്ട് ഇപ്പം ഒരു ഓൾട്ടർനേറ്റ് ലെയറിൽ ആദ്യം ഹെഡർ വെച്ചു, പിന്നെ ഒരു ക്യൂൻ ക്ലോസർ വെച്ചു, പിന്നെ സ്ട്രെച്ചർ, ഹെഡർ ആ ഒരു രീതിക്കാണ് പോകുന്നത്. ഈ ലെയർ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഇങ്ങനെ തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയറിന്റെ, ഈ ഒരു സ്ട്രെച്ചറിന്റെ നടുക്കായിട്ടായിരിക്കും തൊട്ട് മുകളിലത്തെ ലെയറിൽ എന്ത് വരിക? ഹെഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. നോക്കിക്കോ, ഈ ഒരു സ്ട്രെച്ചർ അതിന്റെ ഒരു നടുക്കായിട്ടാണ് ഹെഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക.
ഈ ഹെഡർ ഇതിന്റെ നടുക്കായിട്ടാണ്. അങ്ങനെയാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് ബേസിക്കലി ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കാരണം കുറച്ച് സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യമുണ്ട്. പിന്നെ അപ്പിയറൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നൈസാണ്, കാരണം പ്ലാസ്റ്റർ ചെയ്യാതെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പറയുന്ന ഒരു ലോഡ് ബെയറിംഗ് വാളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇംഗ്ലീഷ് ബോണ്ടിനേക്കാളും വീക്കർ ആണിത്. ഓക്കെ, 1 ബിഗ് തിക്കിന്റെ ഫ്ലെമിഷ് ബോണ്ടാണ് പറയുന്നത്. ഇപ്പം ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലേയേഴ്സ് എങ്ങനെ വരും നോക്കാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെയർ എന്താ കാണുക, ആദ്യം ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വെക്കുന്നത് സ്ട്രക്ചർ പ്ലാൻ വ്യൂയിൽ കാണുന്ന രീതിയിൽ. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കാണ് ഹെഡർ, then ഒരു ക്യൂൻ ക്ലോസർ വെച്ചു, പിന്നെ ഒരു സ്ട്രക്ചർ വെച്ചു, ഹെഡർ വെച്ചു, സ്ട്രക്ചർ വെച്ചു, ഹെഡർ വെച്ചു. ഇനി അപ്പൊ ഇവിടെ ഹെഡർ കാണും, സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ ആയിരിക്കും കാണുന്നുണ്ടാവുക. 20 സെന്റിമീറ്റർ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ഒരു സ്ട്രക്ചർ വെച്ചു, സ്ട്രക്ചർ വെച്ചു. ഇനി ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ വെച്ചു. ക്യൂൻ ക്ലോസർ വെച്ചതുകൊണ്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്രിക്ക് വെച്ചു. പിന്നെ ഇങ്ങനെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പൊ 20 സെന്റിമീറ്റർ തിക്നെസ് കിട്ടിക്കോളും. ഇനി അടുത്തതിന്റെ 2, 4, 6ാമത്തെ ലേയേഴ്സ് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ വരിക, ഒരു സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ജോയിന്റ്സ് വരാണ്ടിരിക്കാൻ ക്യൂൻ ക്ലോസർ വെച്ചു. ഇനി ഇത് തന്നെ ഇങ്ങടേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സ്ട്രക്ചർ ആ ഒരു രീതിക്കാണ് പോകുന്നത്. ഇതതിന്റെ 1/2 ബ്രിക്ക് തിക്കിനുള്ള ഫ്ലെമിഷ് ബോണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലേയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ 2, 4, 6 ലേയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ അതിന്റെ തന്നെ 2 ബ്രിക്ക് തിക്കാണ് കാണിക്കുന്നത്. ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത് ലേയേഴ്സ് ഇങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യേണ്ടാവുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ സെക്കൻഡ്, ഫോർത്ത്, 6th ലേയേഴ്സ് ഇങ്ങനെയായിരിക്കും. 2 ബ്രിക്ക് തിക്കിന്റെയാണ്. ഇത് കോർണർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ക്യൂൻ ക്ലോസറിന്റെ ഒക്കെ യൂസസ് എവിടെയൊക്കെ വരുന്നത് നോക്കിക്കൊള്ളുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റാറ്റ് ട്രാപ്പ് ബോണ്ടാണ്. റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ യൂഷ്വൽ 20x10x10 ഉള്ള ബ്രിക്കുകളല്ല ഉപയോഗിക്കുക, അല്ലാണ്ട് ഡിഫറെന്റ് സൈസിലുള്ള ബ്രിക്കുകൾ ഉപയോഗിച്ചാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ എന്തുണ്ടാവും, ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ റാറ്റ് ട്രാപ്പ് ബോണ്ടിന്റെ പ്രത്യേകത. അപ്പോൾ ഈ റാറ്റ് ട്രാപ്പ് ബോണ്ടിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ക്യാവിറ്റീസ് ഉണ്ടാകുന്ന മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തെർമൽ ഇൻസുലേറ്റേഴ്സ് ആണ്. ഈ ഒരു ക്യാവിറ്റി ഉള്ളത് ഉള്ളില് തണുപ്പ് തരുന്ന രീതിക്കാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബോണ്ടുകളെ സംബന്ധിച്ചുള്ള ഇത് കുറച്ചുകൂടെ മെറ്റീരിയൽ കുറവ് മതിയായിരിക്കും. ഫ്യൂ ബ്രിക്സ് മതിയായിരിക്കും. മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാം, മെറ്റീരിയൽ കുറവായിരിക്കും, മോട്ടോറും കുറച്ച് മതിയാണ്. ഒരു 30% വരെ നമുക്ക് ഇതിന്റെ റിഡക്ഷൻ വരുന്നുണ്ട്. എന്താണ്, മെറ്റീരിയൽ റിഡക്ഷൻ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, ഇത് ബ്രിക്ക് കുറച്ച് മതി, 30% റിഡക്ഷൻ ഉണ്ടാവും. ഇത് ലോഡ് ബെയറിംഗ് വാൾസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടീഷൻ വാൾസ് ആയിട്ടോ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ചെയ്യാണ്ട് നമുക്കിത് വയ്ക്കാം. എസ്തെറ്റിക് അപ്പിയറൻസ് ഉണ്ടാവും. പക്ഷെ എസ്തെറ്റിക് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് ഡെഡ് ലോഡ് 30% ഡെഡ് ലോഡ് കുറയ്ക്കുന്നുണ്ട്. 30% ക്യാവിറ്റീസ് ആണ് ഡെഡ് ലോഡ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ചെയ്യാനായിട്ട് സ്കിൽഡ് ലേബേഴ്സ് വേണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഇത് മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത്. ഇതാണ് നമ്മുടെ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് റേക്കിംഗ് ബോണ്ടാണ്. റേക്കിംഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്രിക്കുകൾ എന്താണ് ഒരു ഇൻക്ലിനേഷനിൽ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഫേസിൽ ബ്രിക്ക് നമ്മൾ ഇൻക്ലിനേഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ഹെറിംഗ് ബോണ്ടും ഡയഗണൽ ബോണ്ടുമാണ്. അപ്പോ എന്താണ് ഹെറിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ബിഗ് ത്രിക്ക് ആയിരിക്കും. പക്ഷെ ഡയഗണൽ ബോണ്ട് 2 to 4 ആവാം. പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫേസ് ഉള്ള ബൗണ്ടറിയിലുള്ള വാൾസ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ ബ്രിക്കുകൾ ലേ ചെയ്യും. 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ ബ്രിക്ക് ലേ ചെയ്യും. ബോത്ത് ഡയറക്ഷനിൽ ഇൻക്ലിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് കൺസ്ട്രക്ട് എടുക്കുന്നത്. അതുപോലെ ഡയഗണൽ ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ് ലൈൻ ചെയ്യും, അടുത്തത് എല്ലാം ഇൻക്ലിനേഷൻ ആയിരിക്കും. ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ എല്ലാം ഡയഗണലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബ്രിക്കുകളായിരിക്കും ലേ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെറിംഗ് ബോണ്ടും ഡയഗണൽ ബോണ്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് ടൈപ്പ് ഓഫ് ക്ലോസേഴ്സും ടൈപ്പ് ഓഫ് പാറ്റും പിന്നെ ഒരു ബ്രിക്ക് ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പലതരം 4-5 ടൈപ്പ് ബോണ്ട്സും ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു. സിവിൽ ഗുരുജി.